നമ്മൾ ധാരാളമായിട്ട് കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് ഹറാം അല്ലെങ്കിൽ ഹലാൽ. എന്താണ് ഹറാം, എന്താണ് ഹലാൽ, ഹലാലായിട്ടുള്ള ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ്, ഹറാമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ്, ഏതൊക്കെയാണ് ഇസ്ലാം നിയമപ്രകാരം അനുവദനീയമായിട്ടുള്ളത്, അതിനുള്ള കാരണങ്ങൾ എന്താണ്, ഏതൊക്കെയാണ് ഇസ്ലാം നിയമപ്രകാരം അനുവദനീയമല്ലാത്തത്, അതിനുള്ള കാരണങ്ങൾ എന്താണ്, സയൻസിൻ്റെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്താണ്, സയൻസ് പരമായിട്ട് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഗുണങ്ങളോ ഉണ്ടോ, അതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള ഒരു വീഡിയോയാണിത്. വീഡിയോ എല്ലാവരും മുഴുവനായി കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിനകത്ത് രേഖപ്പെടുത്തണം. അത് പ്രകാരമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോ ചെയ്യാൻ അത് കാരണമായി മാറും. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ആരംഭിക്കാം. ഇപ്പോൾ നമ്മൾ ആദ്യം തന്നെ നോക്കാൻ പോകുന്നത് ഹറാമായിട്ടുള്ള ഓരോ മാംസങ്ങളും അതിനുള്ള കാരണവും ഉൾപ്പെടെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, പന്നിയുടെ മാംസം പൂർണ്ണമായിട്ട് ഹറാമാണ് എന്ന് പറയുന്നുണ്ട്. ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അതിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. പന്നിയുടെ മാംസം നിങ്ങൾക്ക് ഹറാമാക്കിയിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. ഇനി അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. പന്നി മലിനമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നു. ചവറ്, അതുപോലെ തന്നെ വിസർജ്യങ്ങൾ, അതുപോലെ തന്നെ ശവം ഒക്കെ പന്നികൾ ആഹാരമാക്കാറുണ്ട്. പന്നികൾ ഇങ്ങനെയുള്ള മാലിന്യമായിട്ടുള്ള ഫുഡുകൾ എടുക്കുന്നത് കാരണമായിട്ട് അതിൻ്റെ മാംസം ദുഷിച്ചതാണ് എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ശരീരത്തിൽ പരാന്നജീവികൾ അധികമായി കാണുന്നു എന്നും കൂടെ പറയുന്നുണ്ട്. ലൈംഗിക നിയന്ത്രണമില്ലാത്ത സ്വഭാവം പന്നികൾക്കുള്ളതായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ശരീരത്തിൽ വിഷാംശം കൂടുതലായിട്ട് സഞ്ചരിക്കുന്നു എന്നുകൂടെ പറയുന്നുണ്ട്. അതുകൊണ്ട് ശരീരത്തിനും ആത്മാവിനും പന്നിയുടെ മാംസം ദോഷമാണ്. ആകയാൽ പന്നി നജസാണ്, മാത്രമല്ല ഹറാമാണ് എന്ന് പറയുന്നുണ്ട്. മറ്റൊന്ന്, ഒഴുകുന്ന രക്തം അല്ലെങ്കിൽ ഒരു ജീവിയുടെ രക്തം മനുഷ്യന് ഹറാമാണ് എന്ന് പറയുന്നുണ്ട്. അത് കാരണം ആ ഒഴുകുന്ന രക്തം നജസാണ്. ഒഴുകുന്ന രക്തം നജസായത് കാരണം അത് ഹറാമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ രക്തം മാലിന്യങ്ങളെ വഹിച്ചുകൊണ്ട് ശരീരത്തിലൂടെ ഒഴുകുന്നു. രോഗാണുക്കൾ, വിഷങ്ങൾ എല്ലാം രക്തത്തിൽ കലരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ സ്വാഭാവികമായിട്ടുള്ള ശുദ്ധിക്ക് ഈ ഒരു രക്തം എതിരാണ്. അതുകൊണ്ട് രക്തം നിങ്ങൾക്ക് കഴിക്കുന്നതും കുടിക്കുന്നതും നിങ്ങളുടെ മനസ്സിന് പോലും അതിൻ്റെ ഇമ്പാക്റ്റുകൾ ഉണ്ടാകും. അത് കാരണമായിട്ട് തന്നെ രക്തം ഹറാമാണ് എന്ന് പറയുന്നുണ്ട്. എന്നാൽ വളരെ ചെറിയ അളവിലുള്ള രക്തമുള്ള ജീവികളെ ഹറാമായിട്ട് കാണുന്നില്ല. അതിൻ്റെ കാരണം നമ്മൾ വിശദമായിട്ട് തന്നെ നോക്കുന്നതായിരിക്കും. അടുത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് മരിച്ചിട്ടുള്ള മൃഗങ്ങളാണ്. അതായത് സ്വയം മരിച്ചത് അല്ലെങ്കിൽ രോഗം മൂലം ചത്തത്, അങ്ങനെയൊക്കെയുള്ള മൃഗങ്ങളെ കഴിക്കാൻ പാടില്ല. എന്ത് കാരണം കൊണ്ടാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ മരണത്തിന് മുമ്പ് രക്തം ശരീരത്തിൽ തന്നെ കെട്ടിക്കിടക്കും. രോഗബാധയുള്ള ജീവിയാണോ എന്ന് നമുക്കൊരിക്കലും ഉറപ്പിക്കാൻ സാധിക്കില്ല. മാത്രമല്ല ശരീരത്തിനകത്ത് അതിൻ്റെ രക്തം കെട്ടിക്കിടക്കുന്നത് കൊണ്ട് തന്നെ വിഷാംശം അതിനകത്ത് വളരെ കൂടുതലായിരിക്കും. കാരണം നമുക്ക് അതിനെക്കുറിച്ച് ഉറപ്പില്ലാത്ത കാരണമായിട്ട് അത് ഹറാമാണ്. അതായത് നമ്മളൊരു ജീവിയെ അറക്കുമ്പോൾ ആ ജീവിയുടെ രക്തം ഒഴിപ്പിച്ച് കളഞ്ഞ് അതിനെ ശുദ്ധീകരിക്കുന്നുണ്ട്. രക്തം അതിൻ്റെ ശരീരത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് പുറത്തു പോകുന്നുണ്ട്. അതിൻ്റെ പ്രധാനമായിട്ടുള്ള രക്തക്കുഴലുകൾ നമ്മൾ അറക്കുന്നത് കാരണമായിട്ട് രക്തം ആ ജീവിയുടെ ശരീരത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് പുറത്തു പോകുന്നത് കാരണമായിട്ട് അത് നമുക്ക് അറുത്തത് കൊണ്ട് കഴിക്കാൻ സാധിക്കും. അറുക്കാതെയാണ് മരിച്ചത് എങ്കിൽ അതിനെ കഴിക്കാൻ പാടില്ല. അതുപോലെ തന്നെ അടിച്ചു കൊന്നതും ഞെരിച്ച് മരിച്ചതും, അതായത് കഴുത്ത് ഞെരിച്ചോ അങ്ങനെ വല്ലതും കൊല്ലപ്പെടുന്നതും അതുപോലെ തന്നെ അടിച്ചു കൊല്ലുന്നതിന് കഴിക്കാൻ പാടില്ല. ഖുർആൻ 5:3 വ്യക്തമായി പറയുന്നു. കാരണം ഇത് അതിക്രൂരതയാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തത്, രക്തം പുറത്തു പോകാതെ ശരീരത്തിനകത്ത് തന്നെ കെട്ടിക്കിടക്കുന്നു എന്നുള്ളത് പ്രധാനമായിട്ടുള്ള മറ്റൊരു കാരണമായിട്ട് കാണിക്കുന്നു. മാത്രമല്ല മാംസം വിഷമയമായി മാറും എന്നുള്ളത് മൂന്നാമതൊരു കാരണമായിട്ട് കാണിക്കുന്നുണ്ട്. ഇനിയുള്ളത് മറ്റേതെങ്കിലും ഒരു മൃഗത്തിൻ്റെ കടി കാരണമായിട്ട് മരിച്ചിട്ടുള്ള മൃഗങ്ങൾ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മൃഗം കടിച്ചു കൊന്നിട്ടുള്ള മൃഗങ്ങൾ. അതായത് കടിച്ച മൃഗത്തിൻ്റെ ഉമിനീരും ബാക്ടീരിയ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഈ ഉമിനീരിൽ നിന്ന് എന്ത് തരം ബാക്ടീരിയയാണ് ഈ ചത്ത മൃഗത്തിലേക്ക് പകർന്നിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ മാംസം രോഗമുണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ഹറാമാക്കിയിട്ടുണ്ട്. മറ്റൊന്ന് നോക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ പേരിലല്ലാതെ അർത്ഥത്തിനെ നമുക്ക് കഴിക്കാൻ ഹറാമാണ്. അതായത് ഖുർആൻ അള്ളാഹുവിൻ്റെ നാമം പറയാത്തത് നിങ്ങൾ കഴിക്കരുത് എന്ന് പറയുന്നു 6:121. കാരണം ഭക്ഷണവും ഒരു ഇബാദത്താണ്, അല്ലെങ്കിൽ ഒരു ജീവിതചര്യയുടെ ഭാഗം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഭക്ഷണവും ഒരു ഇബാദത്തായിട്ട് കണക്കാക്കപ്പെടുന്നു. ജീവൻ നൽകിയത് അള്ളാഹു ആകയാൽ ആ ജീവനെ എടുക്കാനും അള്ളാഹുവിൻ്റെ പേര് ഓർമ്മപ്പെടുത്തൽ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ജീവൻ നൽകിയ ആളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെയാണ്, ആ ഒരു ഓർമ്മപ്പെടുത്തലിലൂടെ തന്നെ ആ മൃഗത്തെ അറക്കണം എന്നതാണ് അതിൻ്റെ നിയമം. അങ്ങനെയല്ല നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ആത്മശുദ്ധി നഷ്ടപ്പെടും എന്നും പറയുന്നുണ്ട്. അത് കാരണമായിട്ട് അങ്ങനെയുള്ളതും ഹറാമാക്കിയിട്ടുണ്ട്. ഇനി മറ്റേതെങ്കിലും ഒരു ദേവന്റെ പേരിൽ ബലിയറുത്തത് കഴിക്കാൻ പാടില്ല. ഖുർആൻ 5:3 വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. കാരണം ഇത് ഷിർക്കാണ്. ഷിർക്ക് കാരണമായിട്ട് നിങ്ങൾ അറുത്തിട്ടുള്ള ഭക്ഷണം നിങ്ങൾക്ക് കഴിക്കാൻ പാടില്ല. അതായത് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം പോലും അള്ളാഹുവിൻ്റെ തൃപ്തിയും അള്ളാഹുവിൻ്റെ പൊരുത്തത്തോടും കഴിക്കാൻ ആവശ്യപ്പെടുന്നു. എന്തുകൊണ്ട് ദൈവത്തിൻ്റെ തൃപ്തിയും ദൈവത്തിൻ്റെ പൊരുത്തത്തിലൂടെയും കഴിക്കാൻ ആവശ്യപ്പെടുന്നു എന്നാൽ നിങ്ങളുടെ ശരീരത്തിലേക്ക് നിങ്ങൾ കൊടുക്കുന്ന ആഹാരം അത് ദൈവികമായിരിക്കണം. നിങ്ങൾ മോഷ്ടിച്ചതോ നിങ്ങൾക്ക് അർഹതയില്ലാതെ നിങ്ങൾ എടുത്തതോ കഴിച്ചുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിൽ ആ ആഹാരത്തിൻ്റെ എനർജി ഉണ്ടാവാനായിട്ട് പാടില്ല. അത് നിങ്ങളുടെ മനസ്സിനെ ശരീരത്തെ ദുഷിപ്പിക്കും എന്നതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി ചില വേട്ടയാടി ജീവിക്കുന്ന കാട്ടുമൃഗങ്ങൾ, അതായത് പല്ലും നഖവും ഉപയോഗിച്ച് വേട്ടയാടുന്ന കാട്ടുമൃഗങ്ങളാണ്. ഉദാഹരണത്തിന് സിംഹം, പുലി, കടുവ, ചെന്നായ, നായ, പൂച്ച എന്നിവയൊന്നും ആഹാരമാക്കാൻ പാടില്ല. ഇതെല്ലാം ഹറാമാണ്. അത് ഈ കൂരം പല്ലുള്ള, അതായത് അല്ലെങ്കിൽ വലിയ കൊമ്പലുള്ള ജീവികളെല്ലാം
വലിയ കൊമ്പലുള്ള എല്ലാ മൃഗങ്ങളും ഹറാമാണ് എന്ന് തന്നെ പഠിപ്പിക്കുന്നുണ്ട്. കാരണം ഇവ മാംസഭോജികളാണ്, ഇവർക്ക് ആക്രമണ സ്വഭാവമുണ്ട്, ഇവരുടെ ക്രൂരമായിട്ടുള്ള സ്വഭാവം മനുഷ്യനിലേക്ക് കൈമാറാനുള്ള സാധ്യതയുണ്ട് എന്ന് കണക്കാക്കുന്നു. മറ്റൊന്ന് ഏതൊക്കെ നോക്കുകയാണെങ്കിൽ നഖമുള്ള പക്ഷികൾ, അതായത് കഴുകൻ, പരുന്ത് അങ്ങനെയുള്ള പക്ഷികളെ ഒന്നും നമുക്ക് കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവ ശവത്തെ ഭക്ഷണമാക്കുന്നു എന്നതും പിന്നെ രക്തവും അഴുക്കും ഭക്ഷണമാക്കുന്നു എന്നുള്ളതും ഒരു കാരണമായിട്ട് പറയുന്നുണ്ട്. മറ്റൊന്ന് കഴുതയുടെ മാംസം കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അതായത് മുമ്പുള്ള സാഹചര്യങ്ങളിലെല്ലാം ഈ കഴുതയെ മനുഷ്യൻ്റെ സേവനങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ ഉപയോഗിക്കുന്ന ഒരു മൃഗമായതുകൊണ്ടും കൂടി തന്നെ കഴുതയെ ഹറാമാക്കിയിട്ടുണ്ട്. മറ്റ് ഉരകവർഗ്ഗങ്ങളെയും ഹറാമാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഉരകങ്ങൾ അല്ലെങ്കിൽ കീടങ്ങളെയും ഹറാമാക്കിയിട്ടുണ്ട്. പാമ്പ്, പല്ലി, എലി, കീടങ്ങൾ തുടങ്ങിയിട്ടുള്ള വിഷാംശമുള്ള ജീവികളെയെല്ലാം ഹറാമാക്കിയിട്ടുണ്ട്. ഒന്നാമത്തെ അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ വിഷാംശങ്ങളുണ്ട്. മാത്രമല്ല രോഗവാഹകരാണ് ആ ജീവികളെന്ന് പറയുന്നുണ്ട്. മാത്രമല്ല മനുഷ്യൻ്റെ ആ ഒരു ജീവിത രീതിക്ക്, ആ സാംസ്കാരികമായിട്ടുള്ള ജീവിത രീതിക്ക് ഇത് വിരുദ്ധമാണ് എന്നുകൂടെ പറയുന്നുണ്ട്. ഇനി നമുക്ക് മദ്ഹബ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഹനഫി മദ്ഹബ് അനുസരിച്ച് മുതല പോലുള്ള ജീവികളെ ഹറാമാക്കിയിട്ടുണ്ട്. എന്നാൽ ഷാഫി മദ്ഹബ് അനുസരിച്ച് ഇത് ചിലപ്പോൾ അനുവദനീയമായിട്ടും കാണാൻ സാധിക്കും. അതുപോലെ തന്നെ കുതിരയും ഇത്തരത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഹനഫി മദ്ഹബ് അനുസരിച്ച് കുഴപ്പമില്ല, എന്നാൽ ഷാഫി മദ്ഹബ് അനുസരിച്ച് ഹലാലാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടുള്ള ഒരു ചോദ്യം ഇവിടെ എല്ലാം വരുന്നുണ്ട്. മീനുകൾ എന്തുകൊണ്ടാണ് മീനുകൾ ഹലാലാകുന്നത്? മീനുകളെ അറക്കുന്നില്ലല്ലോ, മീനുകളെ പിടിക്കുകയല്ലേ ചെയ്യുന്നത്, അപ്പോൾ മീനുകൾ എന്തുകൊണ്ട് ഹറാമാകുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട്. അർത്ഥേനെ മാത്രമല്ലേ നിങ്ങൾ കഴിക്കുകയുള്ളൂ, നിങ്ങൾ അറക്കാത്ത ചത്തുപോയ മീനുകളെ നിങ്ങൾക്ക് എങ്ങനെ കഴിക്കാൻ സാധിക്കും? അത് ഹറാമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഹറാമും ഹലാലും വേർതിരിച്ചിട്ടുള്ളത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കിയാൽ ഈ ഒരു പ്രശ്നം കൂടെ നമുക്ക് തീർക്കാൻ സാധിക്കും. നമുക്ക് നോക്കാം. എല്ലാ മീനുകളും ഹലാലാണ്, ഇതിന് അറക്കേണ്ടതിന് ആവശ്യകതയില്ല. മരിച്ചാലും അത് ഹലാൽ തന്നെയായിരിക്കും. കാരണം ആ ജീവിയുടെ ശരീരത്തിലുള്ള രക്തത്തിന്റെ കുറവ് തന്നെയാണ് പ്രധാനമായിട്ട് എടുത്തു കാണിക്കുന്നത്. മാത്രമല്ല അത് എപ്പോഴും വെള്ളത്തിൽ തന്നെ ആയതുകൊണ്ട് തന്നെ വളരെ വൃത്തിയുള്ള ഭക്ഷണമായിട്ട് തന്നെ കണക്കാക്കുന്നു. എപ്പോഴും അത് വെള്ളത്തിലായിരിക്കാൻ അത് വൃത്തിയുള്ള ഭക്ഷണമായിട്ട് കണക്കാക്കുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാം ഈ ഹറാമിൻ്റെ പരിമിതി എവിടെ വരെയാണെന്ന് നമുക്കൊന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു മനുഷ്യൻ അവൻ്റെ ജീവൻ നിലനിർത്താൻ യാതൊരു സാഹചര്യവും ഇല്ലാത്തൊരു അവസ്ഥയിൽ അവന് ഈ ഹറാമായിട്ടുള്ള ഏതെങ്കിലും ഒരു ഭക്ഷണം കഴിച്ചാൽ മാത്രമേ പറ്റുള്ളൂ, അവൻ്റെ ജീവനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്നൊരു അത്യാവശ്യ സാഹചര്യം എത്തിയാൽ തീർച്ചയായിട്ടും അവനിത് കഴിക്കാവുന്നതാണ്. ഹറാമായിട്ടുള്ള ഭക്ഷണം കഴിക്കാവുന്നതാണ്, അതിൽ പാപമില്ല. 2:173 വ്യക്തമാക്കി പറയുന്നുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും കഴിക്കാം എന്ന് തന്നെയാണ് പറയുന്നത്. അതിൽ പാപമില്ല, അത് ഹറാമായി മാറുകയില്ല എന്നാണ് പറയുന്നത്. എന്താണ് ഹലാൽ എന്താണ് ഹറാം എന്ന് ചോദിക്കുമ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരോഗ്യ സംരക്ഷണം, ആത്മീയ ശുദ്ധി, മനുഷ്യൻ്റെ ഒരു നിയമ സംഹിത അല്ലെങ്കിൽ ജീവിച്ചു വന്നൊരു ചുറ്റുവട്ടം, അതുപോലെ തന്നെ കാരുണ്യം, നീതി, മറ്റൊന്ന് ശിർക്കിൽ നിന്നുള്ള സംരക്ഷണം എന്നിവയൊക്കെയാണ് പ്രധാനമായിട്ട് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഹലാലിനെയും ഹറാമിനെയും വേർതിരിച്ചിരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഈ ഓരോ ഹറാമാക്കിയിട്ടുള്ള ഭക്ഷണത്തെക്കുറിച്ചും ശാസ്ത്രീയമായിട്ട് എന്താണ് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്, ശാസ്ത്രീയമായിട്ട് ഇതിന് വല്ല അടിസ്ഥാനവും ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ നേരത്തെ കണ്ടു എന്തൊക്കെ കാരണങ്ങളാണ് ഇത് ഹലാലാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ ഹറാമാക്കിയിട്ടുള്ളത് എന്ന് കണ്ടു. ഇനി ശാസ്ത്രീയമായിട്ട് ഇതിനെക്കുറിച്ച് ശാസ്ത്രത്തിന് എന്താണ് പറയാനുള്ളത്, ശാസ്ത്രീയമായിട്ട് ഇങ്ങനെയുള്ള ഹറാമായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത് കാരണമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് നമ്മൾ വിശദമായിട്ടൊന്ന് അന്വേഷിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും അതിലേക്കൊന്ന് പോവാം. ഒന്നാമതായിട്ട് നമ്മൾ പറഞ്ഞ പ്രകാരം തന്നെ പന്നിയുടെ മാംസം പ്രധാനമായിട്ട് ശാസ്ത്രീയമായിട്ട് കണ്ടിട്ടുള്ള പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒന്ന് പാരസൈറ്റുകൾ അല്ലെങ്കിൽ കീടങ്ങൾ പന്നിയിൽ ധാരാളമായിട്ട് കാണപ്പെടാറുണ്ട്. അപ്പോൾ അത് കാരണമായിട്ട് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ നമ്മളിത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് മസിൽ വേദന, പനി, തലച്ചോറിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള കാരണങ്ങൾ ഉണ്ടാകുമെന്ന് സയൻസ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അപസ്മാരം അല്ലെങ്കിൽ ഇത് കാരണമായി നമുക്ക് അപസ്മാരം വരെയുള്ള അവസ്ഥകളിലേക്കും ഇത് കൊണ്ടെത്തിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് കാണിക്കുന്നുണ്ട്. ഇതൊക്കെ WHO, CDC പോലുള്ള ആരോഗ്യ സ്ഥാപനങ്ങൾ അംഗീകരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് വ്യക്തമായി തന്നെ പറയുകയാണ്. മറ്റൊന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പന്നിയുടെ മാംസത്തിലുള്ള അധികമായിട്ടുള്ള കൊഴുപ്പാണ്. അതുപോലെ തന്നെ അധികമായിട്ടുള്ള കൊഴുപ്പും കൊളസ്ട്രോളും ഉണ്ട്. മറ്റൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദീർഘകാലം കഴിച്ചാൽ അത് നമുക്ക് ഹൃദയരോഗം ഉണ്ടാക്കാനുള്ള കാരണമായി മാറും. അതുപോലെ തന്നെ അമിതമായിട്ടുള്ള വണ്ണം, ശരീരത്തിൽ ഇൻഫ്ലമേഷൻ ഒക്കെ ഉണ്ടാവാനുള്ള കാരണങ്ങൾ ആയി മാറും എന്ന് പറയുന്നുണ്ട്. ഇനി നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പന്നി ചവർ ഭക്ഷിക്കുന്ന ഒരു ജീവിയാണ്. അതിൻ്റെ ശരീരത്തിൽ വിഷം പുറത്താക്കാനുള്ള സിസ്റ്റം വളരെ കുറവാണ് എന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. അതിനാൽ തന്നെ വിഷാംശം മാംസത്തിൽ തന്നെ കെട്ടിക്കിടക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പോൾ ശാസ്ത്രീയമായി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പന്നിയുടെ മാംസം രോഗസാധ്യതയുള്ളതും അതുപോലെ തന്നെ ഹൃദയത്തിന് പോലും ദോഷകരമാകുന്നതും പന്നിയുടെ മാംസം രോഗസാധ്യത വളരെ കൂടുതലായിട്ടുള്ള ഒരു ഭക്ഷണമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അടുത്ത രക്തമാണ്. ഏതെങ്കിലും ഒരു ജീവജാലത്തിൻ്റെ രക്തം അല്ലെങ്കിൽ നമ്മൾ അറുത്തതാണെങ്കിൽ പോലും ആ ജീവിയുടെ രക്തം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരീരത്തിലെ മാലിന്യങ്ങൾ രക്തത്തിലൂടെയാണ് പമ്പ് ചെയ്യുന്നത് നമുക്ക് അറിയാം. അതായത് യൂറിയ, കാർബൺ ഡയോക്സൈഡ്, അതുപോലെ തന്നെ മെറ്റബോളിക് വേസ്റ്റ്, ഇതെല്ലാം നമ്മുടെ രക്തത്തിലൂടെയാണ് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ബാക്ടീരിയ വളരാൻ നമ്മുടെ രക്തം വളരെ മികച്ച ഒരു ഇടമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ രക്തം കഴിച്ചാൽ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വയറിളക്കം, അണുബാധ, ദഹന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് മിക്ക രാജ്യങ്ങളിലും ഇതുപോലുള്ള രക്തം ആരോഗ്യപരമായി നിയന്ത്രിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് നോക്കാം സ്വാഭാവികമായിട്ട് മരിച്ചിട്ടുള്ള ജീവികൾ, അതായത് അറുത്ത് കൊന്നിട്ടില്ലാത്ത സ്വാഭാവികമായിട്ട് മരിച്ച ജീവികളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, മരിച്ച ഉടനെ എന്താണ് സംഭവിക്കുന്നത്? കോശങ്ങൾ സ്വയം നശിക്കാൻ തുടങ്ങും.
ബാക്ടീരിയ വളരെ വേഗത്തിൽ കോശങ്ങൾക്കകത്ത് വളരാൻ തുടങ്ങും. അതുപോലെ തന്നെ രക്തം ശരീരത്തിനകത്ത് തന്നെ കെട്ടിക്കിടക്കും. ഇതുകൊണ്ടാണ് ഈ സ്വാഭാവികമായിട്ട് മരിച്ച ജീവികളെ ഹറാമാക്കിയിട്ടുള്ളത് എന്നും അതും മാത്രമല്ല ഇതൊക്കെയാണ് അതിൻ്റെ സയൻസ് പരമായിട്ടുള്ള കാരണങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അടിച്ചു കൊന്നതും അല്ലെങ്കിൽ വീണ് ഞെരിച്ച് മരിച്ചതും അങ്ങനെയുള്ള ജീവികളൊക്കെ നമ്മൾ നോക്കുക, അടിച്ചു കൊന്ന ജീവികളൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് മൃഗം കടുത്ത വേദന അനുഭവിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ സ്ട്രെസ് ഹോർമോൺ ധാരാളമായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടും. ഇത് കാരണമായിട്ട് തന്നെ സ്ട്രെസ് ഹോർമോൺ ധാരാളമായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിൻ്റെ കാരണമായിട്ട് തന്നെ മാംസം കറുത്ത് കട്ടിയുമായി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് ഇങ്ങനെ ഈ ഒരു അവസ്ഥയിലേക്ക് മാംസം എത്തിയാൽ, മാംസം കറുത്ത് കട്ടിയായി കഴിഞ്ഞാലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ടീരിയ വളരെ വേഗം തന്നെ ആ മാംസത്തിലേക്ക് കയറിക്കൂടാനും അത് വളരെ വേഗം തന്നെ പെരുകാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ അഴുകുന്ന ഒരു പ്രക്രിയ ഇതിലേക്ക് പെട്ടെന്ന് ആരംഭിക്കാനും തുടങ്ങും. അതിനാലാണ് ഇങ്ങനെയുള്ള രക്തം മുഴുവൻ ഒഴിച്ചു കളയാത്ത ഒരു ജീവിയുടെ മാംസം നമ്മൾ ഭക്ഷിച്ചാലുള്ള കുഴപ്പം. മറ്റൊന്ന് കാട്ടുമൃഗങ്ങൾ, അതായത് സിംഹം, പുലി, കടുവ, ചെന്നായ, നായ, പൂച്ച തുടങ്ങിയിട്ടുള്ള ജീവികളെയൊക്കെ കഴിച്ചാൽ ഇതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു വിശദീകരണം നമ്മൾ നോക്കുകയാണെങ്കിൽ മാംസം മാത്രം തിന്നുന്ന ജീവികളാണ് ഇവയെല്ലാം. അതായത് ശവത്തെ ഭക്ഷണം ആക്കുന്ന ജീവികളാണ്. ആകെ ഭക്ഷ്യശൃംഖലയിൽ ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് നിൽക്കുന്ന ജീവികളാകയാൽ ഇതിന് ചില പ്രശ്നങ്ങളൊക്കെ ഉള്ളതായിട്ട് പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ നഖമുള്ള പക്ഷികൾ, കഴുകൻ, പരുന്ത് അതുപോലെയുള്ള പക്ഷികളൊക്കെ ഇവയും ശവം തിന്നുന്ന പക്ഷികളാണ്. മാത്രമല്ല പുഴുക്കളും ബാക്ടീരിയയൊക്കെ കൂടുതലായിട്ട് ഇതിൻ്റെ ശരീരത്തിലുള്ളതായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മനുഷ്യൻ്റെ ദഹന സംവിധാനത്തിന് ഇത് അനുയോജ്യമല്ല എന്നുകൂടെ പറയുന്നുണ്ട്. മറ്റൊന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാമ്പ്, പല്ലി, എലി തുടങ്ങിയിട്ടുള്ള ജീവികളൊക്കെ ഇതൊക്കെ വിഷാംശം കൂടുതലായിട്ടുള്ള ജീവികളാണ്. മാത്രമല്ല മൃഗത്തിൽ നിന്ന് മനുഷ്യനിലേക്ക് പകരാനുള്ള അസുഖങ്ങളൊക്കെ ഇത് വഹിക്കുന്നതായിട്ട് നമ്മൾ ധാരാളം കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മൃഗത്തിൽ നിന്ന് മനുഷ്യനിലേക്ക് പകരാനുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മാത്രമല്ല മനുഷ്യൻ്റെ ശരീരത്തിന് ഇത് സ്വാഭാവികമല്ല എന്നുകൂടെ പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി മീൻ ചത്തതാണെങ്കിൽ കഴിക്കാം. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീനിൽ രക്തം വളരെ കുറവാണെന്ന് ശാസ്ത്രം പറയുന്നു. അതുപോലെ തന്നെ മീനുകളുടെ ശരീരത്തിൽ പാരാസൈറ്റ് പോലുള്ള ജീവികൾ കുറവാണ് എന്നും നമുക്ക് ശാസ്ത്രത്തിലൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ശാസ്ത്രത്തെ കണക്കിലൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇസ്ലാമിൽ ഹറാമാക്കിയിട്ടുള്ള മിക്ക ഭക്ഷണങ്ങളും വിഷമയമായിട്ടുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ശരീരത്തിൽ അത് ദഹിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് നമുക്ക് കാണാം. ഫുഡ് സേഫ്റ്റി സയൻസ് അനുസരിച്ച് ഇത് അപകടകരമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഇസ്ലാം ഒരിക്കലും ശാസ്ത്രത്തോട് യുദ്ധം ചെയ്യുന്ന ഒരു മതം, അതായത് ഇസ്ലാം മനുഷ്യൻ്റെ ശരീരത്തെ മനസ്സിലാക്കി ഒരു നിയമത്തെ കൊണ്ടുവരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രമാത്രം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതിലൂടെ നമുക്ക് പുതിയൊരു വീഡിയോയ്ക്ക് അത് കാരണമായി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.